ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, എല്ലാവരും കേരള ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് വർക്ക് പ്രഷറും പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളും ചെയ്യാതിരുന്നത്. നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗോവയിൽ പോയ സമയത്ത് ഫസ്റ്റ് ഡേ ആ ഒരു ഫുൾ ഡേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഡേ ആണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീച്ച് റെഡിയൊക്കെ ആയിട്ട് നേരെ തൊട്ടടുത്തുള്ള ആ ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ പെയിൻ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഇന്നത്തെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നേരെ നമ്മൾ അഗോഡ ഫോർട്ടും പിന്നെ അവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ റോട്ടിലധികം തിരക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അഗോഡ ഫോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് അവിടെ എങ്ങാടായിട്ടാണ് അഗോഡ ഫോർട്ട്. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ അഗോഡ ഫോർട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് കുറേ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിന് പോകുന്ന സമയത്ത് അപ്പുറം ഇപ്പുറമായിട്ട് മൊത്തം കാടാണ്. പിന്നെ വന്ന വഴിക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഗോഡ ഫോർട്ട് ആ ഒരു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണെന്നൊക്കെ. അതുപോലെ തന്നെ ദൂരത്തൊരു പോസ്റ്ററും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് ആ ഒരു കാട്ടിൽ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ. അപ്പുറം ഇപ്പുറം കാടും കാര്യങ്ങളൊക്കെയാണ്. അടുത്തായിട്ടൊരു വീടോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ അഗോഡ ഫോർട്ടിലെത്തി. അഗോഡ ഫോർട്ടിൻ്റെ അവിടെ എൻട്രൻസിൽ നമുക്ക് വണ്ടി വെക്കണമെങ്കിൽ അവിടെ പേ ചെയ്യണം. അങ്ങനെ നമ്മൾ പേയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരുപാട് നല്ല രീതിക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ നല്ല തിരക്കാണ്. ടിക്കറ്റ് നമുക്കൊന്ന് എടുക്കാനുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് നമ്മൾ ക്യാഷൊന്നും കയ്യിൽ വെച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ ജീപ്പ് എടുക്കില്ലാന്ന് അവർ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർ ഓക്കെ വണ്ടി വെക്കണം പേ ചെയ്യാൻ വേണ്ടിയിട്ട് ജീപ്പ് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് ക്യാഷ് ലിക്വിഡായിട്ട് വാങ്ങിച്ചു. അങ്ങനെ നേരെ അവിടെ വന്നിട്ട് ലൈനൊക്കെ നിന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിന് കുറേ നേരം ഒരു ഹാഫ് ആൻഡ് ഹവർ ആ ഒരു വെയിലത്ത് നിന്നിട്ടോ. ഇത് പെണ്ണുങ്ങളൊക്കെ വയ്ക്കുന്ന തൊപ്പിയാണ് ഞാൻ വാങ്ങിച്ചത്. വേറെ തൊപ്പിയൊന്നും അവിടെ ഉണ്ടായില്ല. എനിക്ക് ക്യാഷാണ്, അത് ലിക്വിഡ് ക്യാഷ് വേണമായിരുന്നു. അതായിരുന്നു ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തൊപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൗണ്ടറിൽ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 20 റുപ്പീസാണ് ആ ഒരു ടിക്കറ്റ് ഫെയർ വരുന്നത്. നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് അഗോഡ ഫോർട്ട്. അത് അത്യാവശ്യം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമാണ് കാണാൻ. ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മൾ നേരെ അഗോഡ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസിലേക്ക് വന്നേക്കാണ്. അപ്പോൾ എൻട്രൻസിലൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ അവിടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ സ്റ്റെപ്പ് കയറാമെന്ന് വെച്ചാൽ നല്ല കുത്തനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എക്സിറ്റ്. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വരണം. നമ്മൾ നേരെ അഗോഡ ഫോർട്ടിൻ്റെ എൻട്രി നമ്മൾ കയറണം. ആ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് മുകളിലേക്ക് എത്തി. മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് പേര് തളർന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയില്ല കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചോ അതോ കുറേ നടന്നൊക്കെ ക്ഷീണിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു അഗോഡ ഫോർട്ടിൻ്റെ ബാക്ക് ഭാഗം മൊത്തം കടലാണ് കേട്ടോ. നമ്മളവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അതൊക്കെ നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ അഗോഡ ഫോർട്ടിൻ്റെ ആ ഒരു ഉള്ളിലെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടിയിലാണ് കേട്ടോ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോട്ടിങ്ങും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഡോൾഫിൻ ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അഗോഡ ഫോർട്ടിൻ്റെ ആ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ എന്തോ ആ ഒരു സ്ഥലം എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ വാട്ടർ, അതായത് നമ്മൾ പണ്ട് കാലത്ത് വെള്ളം ശേഖരിക്കുന്ന ആ ഒരു സ്റ്റോറേജ് ടാങ്കാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മൊത്തം ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇരുന്ന് നല്ല രീതിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഗോഡ അല്ല ഫോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഫോർട്ടും കാര്യങ്ങളൊന്നും. നല്ല രസമാണ് ഫോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രീതിക്ക് നല്ല ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്ന് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജയിൽ പോലത്തെ എന്തോ സാധനമൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങോട്ടേക്കും പാസേജൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏതൊരു നമ്മുടെ കേരളത്തിലുള്ള ജയിലൊക്കെ പോലെ തോന്നി. തിരുവനന്തപുരമാണെന്ന് തോന്നി, എനിക്കറിയില്ല. സിനിമയിലൊക്കെ പണ്ട് കണ്ട ഒരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരോ നല്ല രീതിക്ക് തമാശ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരാളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ പോയി കണ്ടില്ല. അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ ആൾക്കാരെ പറ്റിക്കുന്നൊക്കെ ഉണ്ട്. ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് ആ ഒരു കടലിൻ്റെ ഭാഗത്ത് ഒരുപാട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഡോൾഫിൻ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അവിടെ ഡോൾഫിൻസിനെ കാണാൻ പറ്റും. പിന്നെ നേരെ ഞാൻ അഗോഡ ഫോർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അതൊക്കെ നോക്കി. പിന്നെ നേരെ ആ ഒരു സെൻറ്ററിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കി. ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ചെറിയൊരു വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മീൻസ് ആ ഒരു സൺലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ പറ്റും കേട്ടോ.
നമ്മളതൊക്കെ നോക്കി സെറ്റായിട്ട് നേരെ നമുക്കിനി എക്സിറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എക്സിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട്, അതായത് ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ എക്സിറ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഗോവയുടെയും കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് മെയിൻ സ്ഥലങ്ങൾ നമുക്കിവിടെ വിസിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ മെയിൻ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഗോവയിൽ പോയപ്പോൾ ഒരുപാട്, അതായത് നല്ല മെയിൻ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും വൈകാതെ ഇടുന്നതായിരിക്കും. അതിന് നമ്മൾ എക്സിറ്റിലേക്ക് വന്ന് നേരെ എക്സിറ്റ് ചെയ്തു. പിന്നെ അവിടെ മൊത്തം ഒന്നും കൂടി ചുറ്റിക്കറങ്ങി ആ ഒരു പുറഭാഗം, അത് ഔട്ട് സൈഡ് വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആ ഒരു ഫോട്ടും ആ ഒരു സ്ഥലവും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ എക്സിറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മീൻസ് രാവിലെ നമ്മൾ നേരത്തെ തന്നെ എത്തി, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി ഇവിടെ. അപ്പോൾ 9:30 ആയപ്പോൾക്ക് അപ്പം തന്നെ നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ അപ്പുറം തിരക്കാണ് കേട്ടോ. നേരെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ, ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരെ നമ്മളടുത്ത വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. മീൻസ് വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ബോട്ടിംഗ് ആണ് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ അവർ നമ്മുടെ ഡോൾഫിൻ പോയിൻറ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു മില്ലിനെയർ മാൻഷനും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അറൗണ്ട് 45 മിനിറ്റ്സിൻ്റെ ഒരു റൈഡാണ്. അപ്പോൾ ഒരാൾക്ക് 350 റുപ്പീസാണ് വരുന്നത്. അങ്ങനെ ഞാൻ 350 റുപ്പീസ് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിങ്ങിൽ കയറി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയെങ്കിലും ഡോൾഫിനെ കാണാമെന്നുള്ളൊരു രീതിയിൽ അവിടെ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒരുപാട് അവിടെ ഇവിടെയൊക്കെ നോക്കി. പിന്നെ ബോട്ടിലുണ്ടായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ മൊത്തം ഇങ്ങനെ നോക്കി ഇങ്ങനെ ഡോൾഫിനെ ഞാൻ കണ്ടു. ഡോൾഫിൻ്റെ ആ ഒരു പുറം ഭാഗം മാത്രം കണ്ടുള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഡോൾഫിനല്ല, കുറേ ഡോൾഫിനെ കണ്ടു. എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടാണോന്ന് അറിയില്ല. കുറേ പ്രാവശ്യം ഞാൻ ഡോൾഫിൻസിനൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ രണ്ടാമത് ഡോൾഫിൻസ് ഒന്നും കൂടി, അവിടെ 2 ഡോൾഫിൻസാണ് വന്നത് കേട്ടോ. അതിന് നമുക്ക് ക്യാമറയിൽ അധികം എടുക്കാൻ പറ്റില്ല. 2 പ്രാവശ്യം കാണാൻ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പടം അവിടെ നിന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഡോൾഫിൻസ് ഇങ്ങനെ പൊങ്ങിയും താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പോയവരുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് അവർ ഡോൾഫിൻസ് പോയിന്റ് കൊണ്ടുപോയെങ്കിലും ഡോൾഫിൻസ് കാണാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ ആ ഒരു മാൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു മാൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വേറൊരു ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ആ ബീച്ചിൻ്റെ പേര് അഞ്ജുന എന്ന് പറഞ്ഞുള്ള ബീച്ചാണ്. ആ ഒരു ബീച്ചിലേക്ക് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ബോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വലിയതൊന്നുമില്ല, ഒരു ബോട്ടിങ് മാത്രം ഉണ്ടായിരുന്നു. അതന്നെ അത്യാവശ്യം പേയ്മെൻറ്റ് മീൻസ് ഒരു നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് പിന്നെ നമ്മൾ അധികം കയറാം. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല രീതിക്ക് ഒരു കത്തിയാണ് പറയണത് കേട്ടോ. അറൗണ്ട് 1000 റുപ്പീസൊക്കെയാണ് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു സാധനം നമുക്ക് നല്ല രീതിക്ക് വില കുറച്ച് കിട്ടി. അപ്പോൾ ആ ഒരു സാധനത്തിൽ മാത്രം നമ്മൾ കയറുള്ളൂ. മീൻസ് ഞാനും പിന്നെ കുറച്ച് ഗേൾസോടെ ആ ഒരു ഇതിൽ കയറിയത് കേട്ടോ. നമ്മളിവിടെ അവിടെ വന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആ ധൂമ് ഫസ്റ്റ് ആ ഒരു ഭാഗത്ത് ആ ഒരു ജോൺ അബ്രഹാം വണ്ടിയായിട്ട് ചാടുന്ന ആ ഒരു മലയെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ആ ഒരു മലേനെ ചൂണ്ടിക്കാണിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കറങ്ങി. പിന്നെ പുള്ളി അറിഞ്ഞൊരു 300 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അടിപൊളിയാക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓൾറെഡി നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ ഇനി നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് തികയില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ നിന്നില്ല. അങ്ങനെ പുള്ളി നല്ല സ്പീഡിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിക്ക് ചെരിച്ചൊക്കെ ഓടിച്ച് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ അഞ്ജന ബീച്ച് കാര്യങ്ങളൊക്കെ വീട് പറഞ്ഞിട്ട് നേരെ നമ്മൾ കലിങ്കുട്ട ബീച്ചിലേക്ക് വന്നേക്കാണ്. കലിങ്കുട്ട കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. കലിങ്കുട്ട എന്നാണ് എനിക്കറിയാവുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നേരെ കലിങ്കുട്ട ബീച്ചിൽ വന്നിട്ട് അവിടെ പാർട്ടിയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് അടിച്ച് പൊളിച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കലങ്കുട്ട ബീച്ച് വിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് വന്ന്. ഗൈസ് നാളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഗൈസ് നാളെ കാണുന്നൊരു ചെറിയൊരു ഗുഡ് ബൈ ആൻഡ് ബൈ വിത്ത് കേരള ടെക് ഗൈസ്.